This is a program to implement polynomial using linked list. എങ്ങനെയാണ് പോളിനോമിയലിനെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ കോഡ് എഴുതുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു സീ. സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ഡൗൺ header files ash include stdio.h, ash include conio.h, ash include mlog.h, and the next create the node that is used to implement the linked list. You know that you already studied that how to create a node to implement the linked list. The node should contain three parts: one exponent, coefficient, and next pointer. So as per that, create a node, struct node int exp, int coeff, struct node star next. Okay, now you created the node, and don't forget to put semicolon here. This is the structure declaration. Then after that, create a start pointer. Which type? Struct node start. That means there is a pointer, start pointer, that is pointing to null. What is the meaning of it? The linked list is empty now. Next, two functions are declared here. Struct node star create poly, struct node star. What is the meaning of it? This is a function declaration. Which type of a function? Function pointer. That is the reason it is here one star is there. So that what is the meaning of this? This is function pointer, and it is returning which type? Struct node type, and it is passing struct node star type. And another function, struct node star display struct node star. What is the meaning of it? In this program we are using two functions. One function for creating polynomial, another function for displaying the polynomial. See, what is polynomial? Polynomial എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഫോമാറ്റ് ഇല്ലേ? a into x raised to n plus b into x raised to n minus 1 plus c into x raised to n minus 2. See, the degree of the polynomial will be in decreasing order. So അങ്ങനെ തന്നെ വേണം പ്രിൻറ്റ് ചെയ്യാൻ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ദ പ്രോഗ്രാം വിൽ ബി എ ലിറ്റിൽ ബിഗർ. സോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവണ്ട എന്ന് കരുതിയിട്ട് വാട്ട് ഐ ഡിഡ്, ആ ഒരു ചെക്കിങ്, അതായത് നമ്മൾ ഡിഗ്രി ചെക്ക് ചെയ്തിട്ട് അതിനെ സോർട്ട് ചെയ്യുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ യൂസറോട് പറഞ്ഞിരിക്കുകയാണ് എന്ത്? ഫസ്റ്റ് ഓഫ് ഓൾ ഡിഗ്രി എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എക്സ്പോണൻ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഡിക്രീസിങ് ഓർഡറിൽ തന്നെ എൻ്റർ ചെയ്യണം എന്ന്. കാരണം ആ ചെക്കിങ് ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻസ് ഫ്രം മെയിൻ ഇൻറ്റ് ഓപ്ഷൻ ഡു. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിലും ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രോഗ്രാമിലൊക്കെ ഡു വൈലെ എൻ്റെ ഉള്ളിൽ സ്വിച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രിൻറ്റ് ചെയ്യും, അതായത് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ മെയിൻ മെനു എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് എന്തൊക്കെ വരും? എൻറ്റർ പോളിനോമിയൽ. ഓക്കെ, അവിടെ എൻറ്റർ എന്നല്ല വേണ്ടത്, ക്രിയേറ്റ് എന്നാണ് വേണ്ടത്. ഓക്കെ, ക്രിയേറ്റ് ദ പോളിനോമിയൽ, ഡിസ്പ്ലേ ദ പോളിനോമിയൽ, എക്സിറ്റ്, എൻറ്റർ യുവർ ഓപ്ഷൻ. സോ പ്രിൻ്റഫിലെ 1 ക്രിയേറ്റ് പോളിനോമിയൽ, പിന്നെ ഡിസ്പ്ലേ പോളിനോമിയൽ, മൂന്നാമത്തത് എക്സിറ്റ് വരും. എൻറ്റർ യുവർ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മളിതിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ഫസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണല്ലോ വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. ആ ഓപ്ഷനാണ് സ്വിച്ചിലേക്ക് വരിക. ഓപ്ഷൻ 1 ക്രിയേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ക്രിയേറ്റ് പോളി എന്ന് പറയും. അതിനുശേഷം കുറച്ചും കൂടിയും നല്ലതിനെ എന്ത് ചെയ്യാം? printf polynomial created slash ഓക്കെ. സോ ഇവിടെ എന്താണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റഫ് എന്ത് ചെയ്തു? പോളിനോമിയൽ ക്രിയേറ്റഡ്. അതായത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാൽ ആ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോവും. എന്നിട്ട് പോളിനോമിയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പോളിനോമിയൽ ക്രിയേറ്റഡ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്തത്. സോ ഫസ്റ്റ് നോഡ് വരുമ്പോൾ അല്ലെങ്കിൽ വേണ്ട, അത് കാണാം.
ഓരോ ടേം വരുമ്പോഴും ചിലപ്പോൾ അങ്ങനെ സോ നിങ്ങൾക്ക് അത് ഓപ്ഷനല്ലേ. ഇപ്പോൾ വേണമെങ്കിൽ പ്രിൻ്റ് ഓഫ് പോളിനോമിയൽ ക്രിയേറ്റഡും ചെയ്യാം. അത് കഴിഞ്ഞാൽ ബ്രേക്ക്. കേസ് 2 എന്താണ്, ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യും. അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ 2 ഫംഗ്ഷൻസേ ഉള്ളൂ. ഇവിടെയാണ് സ്വിച്ച് ക്ലോസ് ചെയ്യുന്നത്, ദെൻ ബൈൽ ക്ലോസ് ചെയ്യുക. ബൈൽ 3 അല്ലെങ്കിൽ മാത്രമാണ് ഇത് വീണ്ടും വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ഗെറ്റ് CH ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് പ്രോഗ്രാം കഴിഞ്ഞു. താഴെയുള്ളത് എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ അത്രയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുവാണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ എത്തിയിട്ട് മെയിൻ പ്രോഗ്രാം മുഴുവൻ കഴിഞ്ഞു. ദിസ് ഈസ് സ്ട്രക്ട് നോഡ് സ്റ്റാർ ക്രിയേറ്റ് പോളി സ്ട്രക്ട് നോഡ് സ്റ്റാർട്ട്. നമ്മൾ അവിടുന്ന് ക്രിയേറ്റ് എന്ന് വിളിക്കുമ്പോൾ ഇവിടേക്കാണ് നേരെ കൺട്രോൾ വരുന്നത്. ഈ സ്റ്റാർട്ടിൽ എന്താണ്, ഒന്നുമില്ല, നല്ലാണ്. എന്നിട്ട് അവർ പറയുകയാണ് എൻ്റർ എക്സ്പൊണൻറ്റ് വാല്യൂസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ എഴുതണം. കാരണം സാധാരണ പോളിനോമിയൽ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ ഏത് ഓർഡറാണെന്ന് കൂടി ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം അപ്പൻഡ് ചെയ്യാൻ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സ്ട്രക്ട് നോഡ് സ്റ്റാർ ന്യൂ നോഡ് ആൻഡ് സ്റ്റാർ PTR ഈ 2 പോയിൻറ്റേഴ്സ് ഡിക്ലെയർ ചെയ്തു. 2 വേരിയബിൾസ് ഇൻറ്റ് ഇയും സിയും. ഇക്ക് എന്താ, എക്സ്പൊണൻറ്റും സി കോഎഫിഷ്യൻറ്റും. എന്നിട്ട് നമ്മൾ അവരവിടെ ആദ്യം ചോദിക്കുകയാണ് എൻ്റർ ദി എക്സ്പൊണൻറ്റ്. ഇയിലോട്ട് റീഡ് ചെയ്തു, കോഎഫിഷ്യൻറ്റ് സിയിലോട്ട് റീഡ് ചെയ്തു. ഇനി സിയും ഇയും നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ മാത്രമേ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഫസ്റ്റ് തന്നെ നോഡിനുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്തു. ആ ന്യൂ നോഡിൻ്റെ എക്സ്പൊണൻറ്റിലെ ഈ പാർട്ട് കൊടുത്തു, കോഎഫിഷ്യൻറ്റിലെ സി പാർട്ട് കൊടുത്തു, നെക്സ്റ്റിലെ നൾ കൊടുത്തു. അതായത് ഒരു പുതിയൊരു നോഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. സോ കോഎഫിഷ്യൻ്റ്, എക്സ്പൊണൻറ്റ്, നള്ള്. അപ്പോൾ ഇതിലൊക്കെ എത്ര വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 2, 5, നള്ള് ഇങ്ങനെ ഒരെണ്ണം ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക എങ്ങനെയാണ്, മുന്നത്തെ ഒരു ന്യൂ നോഡ് ക്രിയേഷൻ ഇല്ലേ, ക്രിയേറ്റിംഗ് ലിങ്ക്ഡ് ലിസ്റ്റ്, അതേപോലെ തന്നെയാണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നള്ളാണോ എന്ന് നോക്കി. നള്ളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡാണ് ഫസ്റ്റ് നോഡ്. അപ്പോൾ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ന്യൂ നോഡാണ് 2, 5 നള്ള് അല്ലേ. അപ്പോൾ ഈ ന്യൂ നോഡാണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് നോഡായിട്ട് മാറി. അതാണ് ഇവിടെ ചെയ്തത്. എൽസ് പാർട്ട് ഇത് ഫസ്റ്റ് നോഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുന്നത്തെ സെയിം കോൺസെപ്റ്റാണ്, പുതുതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. PTR ഡമ്മി വേരിയബിൾ വെക്കുന്നു. വൈൽ PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ള് വരെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ PTR ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് എവിടേക്ക് എത്തും, ഇറ്റ് വിൽ ബി റീച്ച് ദ ലാസ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, PTR ഓഫ് നെക്സ്റ്റിലേക്ക് ന്യൂ നോഡ് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് എൻ്റർ എക്സ്പൊണൻറ്റ് ഓർ എൻ്റർ -1 ടു സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് പോളിനോമിയൽ. നിങ്ങൾക്ക് ഇനി അടുത്ത ടേം, അതായത് പോളിനോമിയലിൽ ഡിഫറെൻറ്റ് ടേംസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അടുത്ത ടേമിൻ്റെ എക്സ്പൊണൻറ്റ് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഇനി വേണ്ട, നിർത്തണം എന്നുണ്ടെങ്കിൽ -1 അടിക്കുക. ആ അടിക്കുന്ന വാല്യൂ ഇയിലേക്ക് റീഡ് ചെയ്യും. ഇ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ അപ്പം തന്നെ ബ്രേക്ക് ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ചോദിക്കും. കോഎഫിഷ്യൻറ്റ് ചോദിക്കുമ്പോൾ കോഎഫിഷ്യൻറ്റും കൂടെ റീഡ് ചെയ്യുക. നോക്കൂ, ഇത് വൈൽ ലൂപ്പ് ആയതുകൊണ്ട് ഇവിടുന്ന് നേരെ കൺട്രോൾ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് സി ഇവിടേക്കാണ് എത്തുന്നത്. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ റീഡ് ചെയ്ത ഈ -1 ആണെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കിടക്കുള്ളൂ. അതായത് അടുത്ത ടേം പോളിനോമിയലിൻ്റെ ഒരു ടേം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്തത് വേണം. സോ വീണ്ടും ന്യൂ നോഡ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ നമുക്ക് ടേംസ് മതി എന്നുള്ളതെങ്കിൽ -1 അടിക്കുക. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ എന്തുണ്ടാവും, ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞാൽ അത് കാണും. അപ്പോൾ ഞാനത് റൺ ചെയ്ത് കാണിക്കാം ഈ പ്രോഗ്രാം. ക്രിയേറ്റ് എ പോളിനോമിയൽ. പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യണോ വേണ്ടത്, ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടത് ഒക്കെ ചോദിച്ചിരിക്കുകയാണ്. സോ ഞാൻ ഫസ്റ്റ് 1 എൻ്റർ ചെയ്തു.
റൺ ചെയ്തു, 1 എൻ്റർ അടിച്ചു. ഓപ്ഷൻ എൻ്റർ ചെയ്തപ്പോൾ അങ്ങനെ പഠിക്കാമല്ലേ, എൻ്റർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 എൻ്റർ ചെയ്തു. ക്രിയേറ്റ് ചെയ്യണം പോളിനോമിയൽ എന്നുള്ളത് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ എൻ്റർ എക്സ്പൊണൻ്റ് വാല്യൂസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്ന് അവർ പ്രിൻ്റ് ചെയ്ത് വന്നു. എന്താ വന്നിരിക്കുന്നത്, എൻ്റർ എക്സ്പൊണൻ്റ് വാല്യൂസ് ഇൻ ഡിസെൻഡിങ് ഓർഡറിൽ എൻ്റർ ചെയ്യണം. കാരണം നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യണില്ല, എന്നിട്ട് എൻ്റർ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞു. സോ ഞാൻ എക്സ്പൊണൻ്റ് എന്ത് ചെയ്യുവാണ്, ഒരു 2 എന്ന് കൊടുത്തു. അതിൻ്റെ കോഎഫിഷ്യൻ്റ് 20 എന്ന് കൊടുത്തു. വീണ്ടും എൻ്റർ എക്സ്പൊണൻ്റ് ഓർ എൻ്റർ -1 ടു സ്റ്റോപ്പ് ക്രിയേറ്റിംഗ്. ഞാനപ്പോൾ 2 എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 20x² ആണ്, കോഎഫിഷ്യൻ്റ് അല്ലേ 20x² 10x ആണ്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് 1 ആണ് കൊടുത്തത്, കോഎഫിഷ്യൻ്റ് 10 കൊടുത്തു. വീണ്ടും ചോദിച്ചു, അപ്പോൾ നമ്മളിവിടെ കോഎഫിഷ്യൻ്റ് 0 ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ല, എക്സ്പൊണൻ്റ് 0 കൊടുത്തു, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു 5 കൊടുത്തു. ഓക്കെ, ഇനി എനിക്കിത് സ്റ്റോപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ -1 കൊടുത്തു. ഓക്കെ, അപ്പോൾ -1 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, പോളിനോമിയൽ ക്രിയേറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അതായത് പോളിനോമിയൽ ക്രിയേറ്റഡ് എപ്പോഴാണ് വരിക, ഇതിങ്ങനെ ഓരോരോ ടേമും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, തിരിച്ച് കൺട്രോള് കേസ് 1 പോകും. അവിടെ താഴെയാണ് ഞാൻ പോളിനോമിയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പോളിനോമിയൽ ക്രിയേറ്റഡ് എന്ന് വന്നു. ഇനി എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം, അത് കാണണം. അപ്പോൾ എൻ്റർ യുവർ ഓപ്ഷൻ എന്നുള്ളത് 2 ആണ് കൊടുത്തത്. ഇവിടെ എന്ത് കൊടുത്തു, 2 കൊടുത്തു. 2 കൊടുത്തിട്ട് എൻ്റർ ചെയ്തപ്പോൾ എന്ത് വന്നു, പോളിനോമിയൽ വന്നു. ഇതാണ് പോളിനോമിയൽ 20x² + 10x + 5. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 കൊടുത്തു. ആൻഡ് ഇറ്റ്സ് ഓവർ. ഈ പ്രോഗ്രാമിൽ വേണമെങ്കിൽ കുറച്ചുകൂടി മോഡിഫിക്കേഷൻസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ പോളിനോമിയൽ ഈസ് എംപ്റ്റി, അങ്ങനെ ഒരു ലൈൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി നന്നാവും. ഞാനത് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രോഗ്രാമിലൊന്ന് മാറ്റം വരുത്തിക്കോളൂ. ഓക്കെ, താങ്ക് യു.